കാറ്റത്തെ കിളിക്കുടിയിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് ഏട്ടൻ്റെ നിശ്ചയത്തിന് പെൺവീട്ടിലേക്ക് പോകാൻ വേണ്ടി നിധി സാരിയൊക്കെ ഉടുത്ത് റെഡിയായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇത് കണ്ട് സുധീഷ് നിധിയോട് പറയുന്നുണ്ട്, നിധി, ഞാനും ഹരീഷും ഇന്ന് പെൺവീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അടുത്തുള്ളൊരു ഷോപ്പിലും കുറച്ച് ആളുകളോടൊക്കെ അന്വേഷിച്ചു. പക്ഷേ ആ വീട്ടുകാരെ കുറിച്ചും ആ പെൺകുട്ടിയെ കുറിച്ചും ഒക്കെ അവർക്ക് അത്ര നല്ല അഭിപ്രായമല്ല. എല്ലാവരും അവരെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നുകയും ചെയ്തു. പിന്നെ ഇന്ന് നിശ്ചയം വൈകിട്ട് നടക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരുക്കങ്ങൾ നടക്കുമല്ലോ, ഒരു ഒരുക്കവും അവിടെ കാണുന്നില്ല. ആദ്യമൊക്കെ ഒരു വിഷമം തോന്നിയെങ്കിലും പിന്നീട് ഞാൻ ചിന്തിച്ചു, ആരെങ്കിലുമൊക്കെ ഈ നാട്ടിൽ വന്ന് നമ്മളെക്കുറിച്ച് അന്വേഷിച്ചാലേ ഇത്തരത്തിലുള്ള അഭിപ്രായം തന്നെയല്ലേ ഈ നാട്ടുകാർ പറയുന്നത്. പക്ഷേ നമ്മളുടെ സ്വഭാവം അത്തരത്തിലുള്ളതാണോ? അല്ലല്ലോ. അതുപോലൊക്കെ തന്നെ ആയിരിക്കും ഇതും. ആദ്യം ഇതൊക്കെ കേട്ട് നമ്മുടെ നിധി ഒന്ന് അമ്പുരന്നെങ്കിലും പിന്നീട് നിധി പറഞ്ഞു, അല്ല, എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ നല്ലൊരു ഉത്സാഹത്തിലാണല്ലോ. സ്വയം കണ്ടെത്തിയ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം നിശ്ചയം നടത്താം. കല്യാണം അല്ലല്ലോ നടക്കാൻ പോകുന്നത്, നിശ്ചയമല്ലേ. ആദ്യം അത് നടക്കട്ടെ, പിന്നീട് എന്ത് വേണമെന്ന് നമുക്ക് ചിന്തിക്കാം, ആലോചിച്ച് ചെയ്യാം. ഇത് കേട്ട് നമ്മുടെ നികേഷും പറയുന്നുണ്ട്, കണ്ടോ ഏട്ടത്തി, ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ വിവാഹാലോചന വന്നപ്പോൾ തൊട്ട് എന്തോ ഇതിൽ പ്രശ്നമുണ്ടെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ എന്ന് പറയുവാണ്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് അങ്ങ് സ്റ്റെക്ക് ആവുകയാണ്. സുഭാഷ് ഏട്ടൻ എന്താ ഇവിടെ ഒരു ചർച്ച എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, പോവാനായില്ലേ, സുഭാഷ് ഏട്ടനെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുക. സുഭാഷ് ഏട്ടൻ നന്നായി ചിരിച്ചു നിൽക്കുകയാണ്. ഇത് കണ്ട് സുധീഷും ചോദിക്കുന്നുണ്ട്, ആ, സുന്ദരനായിട്ടുണ്ട്, അത് ഈ നികേഷിൻ്റെ പണിയാടാ, ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് സുഭാഷ് ഏട്ടൻ. അപ്പോഴേക്കും നീതു അങ്ങോട്ടേക്ക് സുന്ദരിക്കുട്ടിയായി ചാടി തുള്ളി കൊണ്ട് ഓടി വരുവാണ്. ഇത് കണ്ട് ഹരീഷ് എഴുന്നേൽക്കുകയാണ്. എന്താ നീതു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? നിന്നെ ആരും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ, ആരും ക്ഷണിച്ചിട്ടൊന്നും വേണ്ട എനിക്കിങ്ങോട്ടേക്ക് വരാൻ. ഞാനും സുഭാഷ് ഏട്ടൻ്റെ വിവാഹ നിശ്ചയത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, വേണ്ട, നിന്നെ ആരും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചില്ല, നീ വരണ്ട. അവിടെ ചെന്ന് നീ ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയും എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, ഹരീഷ്, നീ ഒന്നും മിണ്ടാതിരിക്കെ, അവൾ എന്തായാലും വന്നില്ലേ, ഇനി അവൾ നമ്മളോടൊപ്പം വരട്ടെ. ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഫാമിലി ഫ്രണ്ടാണെന്ന് പറയാം എന്ന് പറയുമ്പോൾ ഹരീഷിന് അതിന് ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. ഹരീഷ് വേണ്ട വേണ്ട എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിധി പെട്ടെന്ന് പൂവൊക്കെ എടുത്ത് തലയിൽ ചൂടാൻ വേണ്ടി റൂമിലേക്ക് അങ്ങ് പോവുന്നുണ്ട്. പെട്ടെന്ന് നീതു ഹരീഷിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ പിടിച്ച് അവിടെ ബെഞ്ചിൽ ഇരുത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ഹരീഷ്, ഞാനും വരുന്നുണ്ട് കേട്ടോ. അവരെല്ലാവരും സമ്മതിച്ചു, പിന്നെ നീ മാത്രം എന്തിനാ സമ്മതിക്കാതിരിക്കുന്നത്? എന്താ, നിനക്ക് എന്നോടുള്ള പിണക്കം മാറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ദേ നീ എപ്പോഴും എന്തിനാ എന്നോടിങ്ങനെ പിണങ്ങിക്കൊണ്ടിരിക്കുന്നത്? എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇത് കേട്ട് നീതു പറയുന്നുണ്ട്, അത് ഞാൻ സെൽഫിഷ് ആണെന്ന് നീ പറഞ്ഞില്ലേ, അതെനിക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പിണങ്ങിയത്. പിന്നെ ഞാൻ നിന്നോടൊപ്പം വരുന്നുണ്ട് കേട്ടോ. അത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, വേണ്ട, പോയിട്ട് വരാൻ ഒരുപാട് താമസമാവും, നേരം വൈകിയാൽ നിൻ്റെ വീട്ടിൽ അന്വേഷിക്കും, അതുകൊണ്ടാണ് നിന്നോട് വരണ്ടാന്ന് പറയുന്നത്. ഇത് കേട്ട് നീതു പറയുന്നുണ്ട്, ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്, നിൻ്റെ ചേട്ടൻ്റെ വിവാഹ നിശ്ചയമാണ്, പോയിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഇത് കേട്ട് ഹരീഷ് ഒന്ന് ഞെട്ടുന്നുണ്ട്. ഹരീഷ് പറയുന്നുണ്ട്, എന്തിൻ്റെ കേടാ നിനക്ക്, നീ എന്തിനാ ഇതൊക്കെ വീട്ടിൽ പറയുന്നത്, പിന്നീട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ നീതു പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഡോസ് അവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ നിന്നെ തന്നെ വിവാഹം കഴിക്കൂ എന്ന് ഞാൻ അവരെങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. നിനക്ക് എൻ്റെ വീട്ടുകാരെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ദേ, അന്ന് തന്നെ ഉണ്ടായ പ്രശ്നം നിനക്ക് അറിയാവുന്നതല്ലേ. നീ ഇവിടെ ഇല്ലാത്ത സമയത്ത് എൻ്റെ വിവാഹം ഒരുത്തനോടൊപ്പം നടത്താൻ വേണ്ടി അവരെത്ര ഉത്സാഹം കാണിച്ചു. ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അവർക്കൊരു ഡോസ് കൊടുത്തിട്ട് വന്നത്. എന്തായാലും നമുക്ക് പോവാം. നീ ഒന്ന് നോക്കിയേ, ഇതെൻ്റെ പുതിയ ചുരിദാറാ, എങ്ങനെയുണ്ട്, സൂപ്പറാണോ എന്ന് ചോദിച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ് നീതു. ഇത് കണ്ട് ഹരീഷ് പറയുന്നുണ്ട്, ആ, സൂപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനോ എന്ന് ചോദിക്കുകയാണ്. അതും സൂപ്പർ. അപ്പോൾ കളറോ? ഓ, സൂപ്പറാണ് നീതു. അല്ല ഹരീഷേ, ഇനി ഞാൻ സാരി ഉടുക്കണോ? അതായിരിക്കും മാച്ച്. നിധി ഏട്ടത്തി കണ്ടില്ലേ സാരി ഉടുത്തിരിക്കുന്നത്, അതുപോലെ സാരി ഉടുക്കണോ? എനിക്ക് സൂപ്പറായിരിക്കുമെന്ന് പറയുകയാണ്. നീ അത് കണ്ടിട്ടില്ലല്ലോ. അപ്പം ഹരീഷ് പറയുന്നുണ്ട്, ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. നീ എപ്പോൾ കണ്ടു? അത് ആദ്യമൊക്കെ ഞാൻ കാണാൻ വേണ്ടി നീ സാരി ഉടുത്ത് എൻ്റെ ഷോപ്പിൻ്റെ മുന്നിലൂടെ പോവില്ലേ കോളേജിലേക്ക്, ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് കേട്ട് നീ ഇതൊരു കള്ള പുഞ്ചിരിയോടുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ നീ എന്നെ ശ്രദ്ധിക്കാറുണ്ടല്ലേ, ശ്രദ്ധിക്കാത്ത മട്ടിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് സുധീഷ് അവരുടെ അടുത്തേക്ക് വരികയാണ്. എന്തായാലും തല്ലുകൂടി
10 നിമിഷത്തിനുള്ളിൽ സ്നേഹത്തിലാവുന്ന ഒരേ ഒരു ജോഡി നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും. എന്തായാലും മിസ് നീതു, ഇവനെ ഒന്ന് വിട്ടുതരാമോ? ഇവനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, വാടാ ഹരീഷേ, നമുക്ക് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷിൻ്റെ കൈയും പിടിച്ച് അവർ റൂമിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് നീതു വിളിച്ച് പറയുന്നുണ്ട്, ഹരീഷേ ദേ എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കളർ തന്നെ നീയും ഇടണം കേട്ടോ എന്ന് പറയുമ്പോൾ സുധീഷ് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കുവാണ്. അവളുടെ ഡ്രസ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് കളറ്. അപ്പോൾ പെട്ടെന്ന് ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, ദേ അവളുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഷർട്ടൊക്കെ നിൻ്റെ കയ്യിലുണ്ടോടാ? പെട്ടെന്ന് ഹരീഷ് പറയുന്നുണ്ട്, എന്താ നിനക്ക്? അതൊന്നും എൻ്റെ കയ്യിലില്ല. അവൾ പറയുന്നെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ ധരിച്ചിട്ട് വരാൻ പോവുകയാണോ? ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കളർ ഇടും, അത്രമാത്രം എന്നും പറഞ്ഞുകൊണ്ട് ചിരിയോടുകൂടി റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ പോവാനായിട്ട് റെഡിയായി എല്ലാവരെയും പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു ട്രാവലർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതാരാ ബുക്ക് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അത് ഞാനാണ്. അപ്പോൾ നികേഷ് ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ആവശ്യമില്ലാതെ നമ്മൾ ഇത്ര ആളില്ലേ, എൻ്റെ കാറിൽ എന്തായാലും എല്ലാവർക്കും കൂടി പോകാൻ പറ്റില്ല, പിന്നെ ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഒരു വണ്ടിയിൽ നമുക്ക് എല്ലാവർക്കും പോവാം എന്ന് വിചാരിച്ചൊരു ട്രാവലർ ബുക്ക് ചെയ്തത്. എന്തായാലും അത് അടിപൊളിയായില്ലേ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അച്ഛന് ദേഷ്യം വരികയാണ്. അച്ഛൻ ചോദിക്കുന്നുണ്ട്, എടാ നമ്മൾ തന്നെ ആരും പോയി ആ പെൺവീട് കണ്ടിട്ടില്ല, പിന്നെ എന്തിനാ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ്? ഇത് കേട്ട് ഹരീഷിന് ദേഷ്യം വരികയാണ്. നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു സ്ഥലത്തേക്ക് പോകാൻ നേരം ഇങ്ങനെ ഓരോ വർത്തമാനം പറയും എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഹരീഷ് പറയുന്നത്, അല്ല വല്യച്ഛനെയും നമ്മുടെ അമ്മായിയൊന്നും കാണുന്നില്ലല്ലോ, പോയിട്ട് വിളിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ശരി ഞാൻ വിളിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി അവരെ വിളിച്ചിട്ട് വരുവാണ്. ശരി എങ്കിലും എല്ലാവരും വാ, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാനായി പ്രാർത്ഥനാ റൂമിലേക്ക് പോവുകയാണ്. ഇതേ സമയം സുനന്ദ നികേഷിനോട് ചോദിക്കുന്നുണ്ട്, ഇനി സുഭാഷേട്ടൻ്റെ വിവാഹം കഴിഞ്ഞാൽ അടുത്തത് ഹരീഷിൻ്റെ വിവാഹം, അതും കൂടി കഴിഞ്ഞാൽ അടുത്ത ചാൻസ് നികേഷ് നിനക്കാണെന്ന് പറയുമ്പോൾ ഒട്ടും മടിക്കാതെ നികേഷ് പറയുന്നുണ്ട്, ഞാനും ഉടനെ വിവാഹിതനാവും. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് നിധി ചോദിക്കുന്നുണ്ട്, എന്താ നികേഷ് നീ പറഞ്ഞത്? കോളേജ് പഠനം കൂടി നിന്റെ കഴിഞ്ഞില്ല, എന്നിട്ടാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്നത്? എൻ്റെ ചേട്ടത്തി, ഞാൻ വെറുതെ പറഞ്ഞതാ. അവരങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അതിന് ഒരു മറുപടിയായി ഒരു തമാശക്ക് പറഞ്ഞതല്ലേ എന്നും പറഞ്ഞപ്പോൾ എല്ലാവരും അതൊരു തമാശയായിട്ട് എടുത്ത് ചിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സുഭാഷേട്ടൻ അച്ഛൻ്റെയും അമ്മായിയുടെയും വല്യച്ഛൻ്റെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പെൺവീട്ടിലേക്ക് പുറപ്പെടുകയാണ് നിശ്ചയത്തിനായി. അങ്ങനെ വീട്ടിലെത്തിയതും എല്ലാവരും വണ്ടിയിൽ നിറങ്ങി വീടിൻ്റെ മുന്നിലായിട്ട് നിൽക്കുകയാണ്. ഗേറ്റ് അടച്ചിട്ടുണ്ട്. വീട്ടിലാണെങ്കിൽ ആരെയും കാണുന്നില്ല. വീടിൻ്റെ ഫ്രണ്ട് ഡോറൊക്കെ അടഞ്ഞു കിടക്കുവാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എടാ സുഭാഷേ, ഇത് തന്നെയല്ലേ വീട്? ആരെയും കാണുന്നില്ലല്ലോ, നമ്മൾ വരുന്ന സമയമൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ടും ഗേറ്റ് അടച്ചു വെച്ചിരിക്കുന്നു, വീടെല്ലാം തുറന്നു കിടക്കേണ്ട സമയമല്ലേ ഇപ്പോൾ, നമ്മൾ കറക്റ്റ് ടൈമിന് വരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഒന്നും അറിയാതെ ചുറ്റുപാടും നോക്കുന്നുണ്ട്. എന്നാൽ വണ്ടിയിൽ നിന്നും ഇറങ്ങാതെ വല്യച്ഛനും അമ്മായിയൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എടാ എന്താ ആരും വരാത്തത്? നമ്മൾ ചെറുക്കൻ്റെ വീട്ടുകാരല്ലേ, പെൺവീട്ടുകാർ വന്നിട്ടല്ലേ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കേണ്ടത്, ആരെയും കാണുന്നില്ലല്ലോ, ഇങ്ങനെ വീടൊക്കെ അടച്ചു വെച്ചാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇത് സുധീഷിനൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് നിധി ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റി സുധീഷ്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷും പറയുന്നുണ്ട്, അല്ല നിധി, നമ്മൾ കറക്റ്റ് ടൈം ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിട്ടും ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു, വീട്ടിലാരെയും കാണുന്നില്ല, ഫ്രണ്ട് ഡോർ തുറന്നു കിടക്കുന്നത് പോലും ഇല്ല, അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് വല്യച്ഛനും അമ്മയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അമ്മായിക്ക് ദേഷ്യം വരുന്നുണ്ട്. പെൺവീട്ടുകാർ ആൺവീട്ടുകാരെ ക്ഷണിക്കണം, അപ്പോഴാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത്. ഇങ്ങനൊരു വീട്ടുകാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, എങ്ങനെ കിട്ടിയാടാ ഇവരെ ഇങ്ങനൊരു വീട്ടുകാരെ എന്ന് സുഭാഷേട്ടനോട് ചോദിക്കുമ്പോൾ സുഭാഷേട്ടനൊന്നും പറയാൻ കഴിയാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് അച്ഛനും ദേഷ്യം വരുന്നുണ്ട്, എടാ നമ്മൾ അവർ ക്ഷണിക്കാതെ തനിയെ കതക് തുറന്നങ്ങ് പോണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സുധീഷ് നിൽക്ക്, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സുധീഷ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുവാണ്. എല്ലാവരും പിറകെ ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. സുധീഷ് അകത്തു നിന്നും ആ പെൺകുട്ടിയുടെ അച്ഛൻ വരുന്നുണ്ട്. ഇവരെയൊക്കെ കണ്ടിട്ട് അദ്ദേഹം ആകെ അന്തം വിട്ട് നിൽക്കുവാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും നിശ്ചയത്തിനായിട്ട് വന്നതാണ്, ആരെയും പുറത്ത് കണ്ടില്ല, അതുകൊണ്ടാണ് കോളിംഗ് ബെൽ അടിച്ചത്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും വരുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. വിവാഹ നിശ്ചയത്തിനായിട്ടാണ് ഇവരെല്ലാവരും വന്നതെന്ന് പറയുന്നു എന്ന് പറയുകയാണ്. ഒന്നും അറിയാത്തതുപോലെ ആ സ്ത്രീ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട്.
പെട്ടെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്, എന്തായാലും ഉമ്മറത്ത് നിന്ന് സംസാരിക്കേണ്ട, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം, എല്ലാവരും അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവരെല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ അകത്ത് കയറിയതും വല്യച്ഛന് ദേഷ്യം വരുവാണ്. പെട്ടെന്ന് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടുകാരല്ലേ, പെൺവീട്ടുകാരായ നിങ്ങളല്ലേ ഞങ്ങളെ വന്ന് അകത്തേക്ക് ക്ഷണിക്കേണ്ടത്. ഇതിനകത്ത് ആരെയും കാണുന്നില്ലല്ലോ. അല്ല, ഇതൊരു നിശ്ചയം നടക്കുന്ന വീട് തന്നെയാണോ? ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇരുന്ന് കൊണ്ട് സംസാരിക്കാം, നിങ്ങളെല്ലാവരും ഇരിക്കൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ ചെയറിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് പെൺകുട്ടി റൂമിൽ നിന്നും ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് വരുവാണ്. നിധി അവളെ അടിമിടി നോക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് വിവാഹ നിശ്ചയത്തിന് ഒരുങ്ങുന്ന ഒരു ഒരുക്കവും അവർ ചെയ്തിട്ടില്ല. സാധാ വീട്ടിൽ നിൽക്കുന്ന ഒരു വേഷത്തിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. പെട്ടെന്ന് അച്ഛന് ദേഷ്യം വരുവാണ്. പെൺകുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ എല്ലാവരെയും മാറി മാറി നോക്കിയിരിക്കുന്നത് കണ്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, അതെ, എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എടാ സുഭാഷേ, നീ പറയുന്നതെല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയുടെ അച്ഛൻ കണ്ടില്ലേ, എന്തോ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തതുപോലെയാണ് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നത്. ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അല്ല, നിങ്ങളോട് ബ്രോക്കറൊന്നും പറഞ്ഞില്ലേ? ബ്രോക്കറോട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, എന്താ കാര്യമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ ഈ വിവാഹ നിശ്ചയത്തിൽ നിന്നും പിന്മാറി. ബ്രോക്കറോട് ഞങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛന് ദേഷ്യം വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു മര്യാദയാണോ? അങ്ങനെ വിവാഹ നിശ്ചയം വേണ്ടെന്ന് വെച്ചാലും നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളോട് പറയാമായിരുന്നല്ലോ, ബ്രോക്കറോടാണ് പറയുന്നത്. അല്ല, എൻ്റെ മകൻ എന്താണ് ഒരു കുറവ്? നിങ്ങൾ എന്തിനാണ് വിവാഹം വേണ്ടാന്ന് വെച്ചതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്, അത് ക്ഷമിക്കണം, ഞങ്ങൾ നിങ്ങളോട് നേരിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിരുന്നു. അത് ഞങ്ങളുടെ ഭാഗത്തുള്ളൊരു തെറ്റാണ്. ബ്രോക്കർ നിങ്ങളോട് പറയുമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ നീ മിണ്ടാതിരിക്കേ, ഞാൻ സംസാരിക്കാം, നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ മകളുടെ വിവാഹം നിങ്ങളുടെ മകനുമായിട്ട് നടത്താൻ തീരുമാനിച്ചത് തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ മോളുടെ ഡൈവോഴ്സ് 2 മാസത്തിനുള്ളിൽ നടക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഇവളുടെ വിവാഹം നിശ്ചയം നടക്കുന്നു എന്ന് അവർ അറിഞ്ഞതും അവരുടെ അമ്മയും ഇവളുടെ ഭർത്താവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവളുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. വിവാഹമൊന്നും വേണ്ട, അവരുമായിട്ട് ഒത്തുതീർപ്പിന് ഓക്കെ എന്ന് പറയുമായിരുന്നു. എന്തായാലും അവരുടെ സംസാരത്തിൽ നിന്നും എൻ്റെ മകൾ അവരോടൊപ്പം ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുകയാണ്. സുഭാഷ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കിയിരിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു 2ാം വിവാഹമാണ് നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞതും നമ്മുടെ അമ്മായിയും വല്യച്ഛനും ഒക്കെ ആകെ അന്തം വിട്ട് പരസ്പരം നോക്കിയിരിക്കുകയാണ്. എന്താ ഇത് വിവാഹം 2ാം വിവാഹമാണോ ഈ പെൺകുട്ടി? ഇങ്ങനെ എന്തിനാ സുഭാഷ് ഇവളെ കെട്ടാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വല്യച്ഛൻ. ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല? ഞങ്ങളെ നാണം കെടുത്തിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സുധീഷ് ദേഷ്യപ്പെടുന്നുണ്ട്. പെട്ടെന്ന് അമ്മായും വല്യച്ഛനൊക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഇനി എന്ത് കണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്? വാടി, നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് സുനന്ദയുടെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ അവർക്ക് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. സുനന്ദനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, നീ കാരണമാണ് ഇതെല്ലാം നടന്നത്, ഞങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ, കണ്ടില്ലേ, ഇതൊരു 2ാം കെട്ടാടി. ആ പെണ്ണ് അവളുടെ മുൻ ഭർത്താവുമായിട്ട് ഒന്നിച്ചു പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇവരിതൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ട ചെയ്യാൻ, നീ കാരണം ഞങ്ങൾ കൂടി മാനം കെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവർ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ്. എന്നാൽ സുനന്ദ സമാധാനിപ്പിക്കുന്നുണ്ട്, അമ്മയൊന്നും മിണ്ടാതിരിക്കുകയോ, ഇപ്പോൾ അവരെ സമാധാനിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണല്ലോ. സുഭാഷ് ഏട്ടൻ്റെ മുഖം കണ്ടില്ലേ, അദ്ദേഹം ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് അവർ അകത്തേക്ക് കയറുകയാണ്. എന്നാൽ അകത്ത് അച്ഛന് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. വീണ്ടും ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ നേരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. നാണമില്ലടോ തനിക്ക്? ഇക്കാര്യം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ നേരിട്ട് വിളിച്ച് അറിയിക്കാനുള്ള ഒരു സന്മനസ്സെങ്കിലും തനിക്ക് കാണിക്കാമായിരുന്നു. ഇങ്ങനെയാണോടോ പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങളൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവാമോ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ദേഷ്യത്തോടെ എഴുന്നേൽക്കുകയാണ്. ഞങ്ങളിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും ഒന്നും വന്നതല്ല, ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകാൻ വേണ്ടി തന്നെ വന്നതാണ്. ഞങ്ങൾ പോവുകയും ചെയ്യും. ഇനി ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ച് താൻ എന്താടോ ചെയ്യുക? താൻ എന്നെ അടിക്കുകയോ എന്ന് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ സുഭാഷ് ഏട്ടൻ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ട അച്ഛാ, നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ, ആടാ പോവാൻ തന്നെയല്ലേ വന്നത്, വാടാ എന്നും പറഞ്ഞുകൊണ്ട് മകൻ്റെ കൈയും പിടിച്ച് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും വളരെ വിഷമത്തോടെ വണ്ടിയിൽ വന്ന് കയറുകയാണ്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ആരും ഒന്നും മിണ്ടുന്നില്ല. വണ്ടിയിൽ വളരെ നിശബ്ദതയാണ്.
നികേഷ് പതിയെ സുഭാഷ് ഏട്ടനെ സമാധാനിപ്പിക്കണ്ടേ, സുഭാഷ് ഏട്ടാ പോട്ടെ, എല്ലാം ശരിയാവുമെന്ന് പറയുമ്പോൾ വല്യച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾക്കാകെ നാണക്കേടായി, ഇത്രയും വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മായി സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സുഭാഷേ, ഒരു രണ്ടാം കെട്ടുകാരെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? നീ എന്താ നിന്റെ വിവാഹം ഒരിക്കലും നടക്കില്ലെന്ന് തീരുമാനിച്ചോ? അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, അവളുടെ ഒരു സംസാരം കേട്ടില്ലേ, ഇങ്ങനെയാണെങ്കിൽ നിന്റെ മകളെ അവൾക്ക് വിവാഹം കഴിച്ച് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അച്ഛാ പ്ലീസ് ഒന്ന് മിണ്ടാതിരിക്കച്ച. പെട്ടെന്ന് ലളിത പറയുന്നുണ്ട്, അതെ നിങ്ങൾ അതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കേണ്ട, എൻ്റെ മകൾ വിവാഹം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്, അതിനിടയിൽ വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നീട് ലളിതയും ഗംഗാധരനും അച്ഛനും കൂടെ വഴക്കുണ്ടാക്കുകയാണ്. എല്ലാവരും മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും ആരും മിണ്ടാതിരിക്കുന്നില്ല. അങ്ങനെ വല്യച്ഛൻ വണ്ടി നിർത്താനായിട്ട് പറയുന്നുണ്ട്. ഞങ്ങളിവിടെ ഇറങ്ങിക്കോളാം, ഈ വണ്ടിയിൽ ഇനി വീടെത്തുന്നവരെ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ വണ്ടി അവിടെ സൈഡാക്കി നിർത്തുന്നുണ്ട്. അതിൽ നിന്നും സുനന്ദയും ലളിതയും ഗംഗാധരനൊക്കെ ഇറങ്ങി പോവുകയാണ്. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലടാ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്, എന്നെ നാണം കെടുത്തിയില്ലേ, നിനക്കപ്പോൾ ഈ വിവാഹം തന്നെ വേണമായിരുന്നു, ഇപ്പം നിനക്ക് മതിയായില്ലേ എന്ന് ചോദിക്കുകയാണ്. സുഭാഷ് ഏട്ടൻ ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. വീട്ടിലെത്തിയതും ഒരു മരണ വീട് പോലെ എല്ലാവരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് അച്ഛൻ പറയുന്നുണ്ട്, ദേ നിന്നോട് അപ്പോഴും പറഞ്ഞതല്ലേടാ ഈ വിവാഹം വേണ്ടെന്ന്, കണ്ടില്ലേ മാനം കെട്ടു, ആ വീട്ടുകാരെ കണ്ടപ്പോഴന്നെ ഒരു മാതിരി ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, അല്ലാതെ ചെറുക്കൻ്റെ വീട് വന്ന് കണ്ട ഉടനെ തന്നെ നിശ്ചയം കുറിച്ചിട്ട് ആരെങ്കിലും പോവാടാ, അപ്പോൾ തന്നെ അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ? അപ്പോഴേ ഈ സംശയം ഞാൻ നിന്നോട് പറഞ്ഞതാ, പക്ഷേ നീ അത് വിലക്കെടുത്തോ? ഇല്ല, എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇപ്പോൾ എന്തായി? എല്ലാവരും കൂടെ താളം പിടിച്ച് അവരുടെ വീട്ടിൽ കയറി ചെന്നു. ആ പെണ്ണെന്താ പറഞ്ഞത്? അവളുടെ ആദ്യ ഭർത്താവുമായിട്ട് സുഖമായി ജീവിക്കാൻ പോകുന്നു. മതിയായില്ലേടാ, നാണം കെട്ടില്ലേടാ, ഇനി എന്താ വേണ്ടത്? ഈ വിവാഹം നടത്താനിരുന്ന ആ ബ്രോക്കർ ഉണ്ടല്ലോ, അവൻ എൻ്റെ കണ്ണിൽ മുന്നിൽ കണ്ടാലുണ്ടല്ലോ അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. നിന്നോട് അവനെ ഒന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞതാ, എന്നിട്ട് നിന്റെ അമ്മായും വല്യച്ഛനെയും ഒക്കെ വിളിച്ചിരിക്കുന്നു. ഇനി അവൻ നാട്ടിൽ മൊത്തം നടന്ന് ഇക്കാര്യമെല്ലാം വിളമ്പും. നാട്ടുകാരുടെ മുഖത്തിനി ഞാൻ എങ്ങനെ നോക്കുമെന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, പിന്നെ നാട്ടുകാരുടെ മുന്നിൽ എങ്ങനെ നോക്കും പോലും, ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ നാട്ടുകാർ നമ്മളെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കാൻ പോകുന്നത്. ഇനി അതിൽ ഒന്നുകൂടിയായി എന്നങ്ങ് വിചാരിച്ചാൽ മതി, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം ശരിയെന്നും പറഞ്ഞുകൊണ്ട് അച്ഛന് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, ദേഷ്യമൊന്നും തോന്നരുത്. സുഭാഷ് ഏട്ടൻ ഞങ്ങളെ എല്ലാവരെയും 3 പേരെയും വളരെ നന്നായിട്ട് വളർത്തി, വളരെ സ്നേഹത്തോടെ തന്നെ. പക്ഷേ സുഭാഷ് ഏട്ടൻ്റെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ചേട്ടനെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. സുഭാഷ് ഏട്ടൻ ഒന്നും മിണ്ടാതെ എല്ലാവരെയും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, കണ്ടില്ലടാ നമ്മുടെ സുഭാഷ് ഏട്ടൻ എത്ര പാവമായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ചേട്ടാ, അവരെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചോ എന്ന് 100 വട്ടം ഞാൻ ചോദിച്ചു. അപ്പം എന്താ പറഞ്ഞേ? ആടാ നല്ല കുടുംബമാണ്, കുഴപ്പമില്ലടാ എന്നല്ലേ എന്നോട് പറഞ്ഞത്. ബ്രോക്കർമാർ വിവാഹം നടക്കാൻ വേണ്ടി പലതും പറയും, അവർക്ക് വിവാഹം കഴിഞ്ഞാൽ കമ്മീഷൻ മാത്രമേ ലക്ഷ്യമുള്ളൂ. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണമായിരുന്നു. ചേട്ടന് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ചേട്ടാ, വേണ്ടായിരുന്നു ഇത്. ഞാൻ എത്ര തവണ പറഞ്ഞതാ. ചേട്ടനറിയാതെ അവരെക്കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുത്തൻ പോലും ആ കുടുംബത്തെപ്പറ്റി നല്ലത് പറഞ്ഞില്ല, എല്ലാവരും മോശമായിട്ടാണ് പറഞ്ഞത്. ഇത് കേട്ട് സുഭാഷ് ഏട്ടനൊന്നും ഞെട്ടുന്നുണ്ട്, വിശ്വസിക്കാൻ കഴിയാതെ അവരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുകയാണ്. ഏട്ടനോട് അപ്പം തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതായിരുന്നു, എന്നാൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. അല്ല സുഭാഷ് ഏട്ടാ, ഈ വിവാഹം തന്നെ നടക്കണമെന്ന് സുഭാഷ് ഏട്ടന് നിർബന്ധമായിരുന്നല്ലോ, എന്താ അതിന് കാരണം? സുഭാഷ് ഏട്ടൻ്റെ നിസ്സഹായതയോടെയുള്ള ഈ നൃത്തം കണ്ടിട്ട് നിധിക്ക് പാവം തോന്നുകയാണ്. പെട്ടെന്ന് നിധി പറയുന്നുണ്ട്, ദേ സുധീഷൊന്നും മിണ്ടാതിരിക്കുകയോ, ചേട്ടൻ്റെ മുഖം കണ്ടില്ലേ, അവരൊന്നും അറിഞ്ഞിട്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്തത്, പാവം നിൽക്കുന്നത് കണ്ടില്ലേ.